കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അല്ല, എല്ലാരും പറയുന്ന പോലെ രാജേശ്വരി അച്ഛൻ എന്തെങ്കിലും ചെയ്യും അമ്മേ? ഇല്ല മോളെ, ഇത്രയും ചെയ്ത രാജേശ്വരിക്കൊപ്പം പോകണമെങ്കിലേ അച്ഛൻ എന്തെങ്കിലും ഉറപ്പുണ്ടാവും. ആരെ വിളക്ക് തെളിയിച്ചത്? ശ്യാമേ, ശാരി, എന്താ അമ്മേ? എടി, ആരെ വിളക്ക് തെളിയിച്ചത്? ഞാനല്ലമ്മേ. മോളെ, നീയാണോ ഈ വിളക്ക് തെളിയിച്ചത്? ഞാനല്ലമ്മേ, ഞാനിങ്ങോട്ട് വന്നതേയില്ല. ദേവി, ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷത്തേക്ക് മനസ്സിൽ സംശയത്തിന്റെ ഒരു മുള പൊട്ടിയത് മാപ്പാക്കണം. എന്താ അമ്മേ? അമ്മയുടെ മനസ്സിലെ സംശയമൊക്കെ മാറി മക്കളെ. ദേവി ഉണ്ടാകും നമുക്ക് തുണയായും കാവലായും. ദേവി, വിഷ്ണുവേട്ടാ, മുമ്പൊരിക്കൽ ഞാൻ തല്ലി പൊട്ടിക്കാൻ തുടങ്ങിയതാ ഈ ശവകു. വിഷ്ണുവേട്ടന്റെ കഷ്ടകാലം. ഇത് എവിടെ ഇരിക്കണോ എന്നത് എന്റെ ഇഷ്ടമാ. അതിലൊന്നും കയറി തലയിടാൻ വരേണ്ടത് മനസ്സിലായ? ഇനിയും ഇതൊരു ദുശകുനമായി വിഷ്ണുവേട്ടന്റെ ജീവിതത്തെ പിന്തുടരാൻ ഞാൻ സമ്മതിക്കില്ല. വെക്കിടിയതവിടെ.
നീ ഇതവിടെ വെക്ക്. അത് പറയാൻ നീ ആരാടി? അതവിടെ വെച്ചില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും. ഒരു കണക്കിന് നീ ഇപ്പൊ വന്നത് നന്നായി. ഇത് താഴെ കൊണ്ടുപോയി 1000 പീസാക്കി ആക്രിക്കാർക്ക് വിൽക്കാനാ ഞാൻ ഉദ്ദേശിച്ചത്. നിത്യകാമുകന്റെയും കാമുകിയുടെയും മുന്നിൽ വെച്ച് തന്നെ ഇത് തല്ലി പൊട്ടിക്കുന്നതിന് ഒരു ഹരമുണ്ട്. ദേ കണ്ടോ? ആപ്പിൾ മുറിക്കുന്ന കത്തിയ, അതിലൊരു പീസ് താഴെ വീണ് പൊട്ടിയ. ആപ്പിളല്ല, നീ ആവും പീസാവാൻ പോവാ. വേണ്ട, ഞാനിതിവിടെ വെച്ചോളാം. വയ്ക്കേ. വേറെ ആരാ വന്നേക്കുന്നത്? ഹസ്ബൻഡും മക്കളും. ഭാഗത്തിരിക്കും. സരള വന്നു. സരളെ, നിന്നെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ പ്രമീളയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രമീള നേരത്തെ എത്തിയോ? അകത്തേക്ക് ഇരിക്കാൻ കൃഷ്ണേട്ടാ, വാ. രാഘവേട്ട, ഇരിക്കൂ. നമസ്കാരം. അല്ല, സുസ്മിത എവിടെ? ദേ വരുന്നു. അമ്മ
മോളെ നിന്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു അമ്മേ. ഭാമേ ഒരു മിനിറ്റ്. വാ. ഇത്രയും സ്നേഹമുള്ള ഒരമ്മയും മകളെയും ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ണാടി പോലെ തെളിഞ്ഞ മനസ്സാ രണ്ടുപേരുടെ. അമ്മ ഇരിക്കും. അവൾ എവിടെയടി? അവൾ ഇവിടൊക്കെ തന്നെ ഉണ്ട്. ഇപ്പൊ എന്താ അവളുടെ ഒരു സ്റ്റാൻഡ്? അവക്കൊരു കൂസലും ഇല്ലാന്നുള്ളതാ അമ്മ അത്ഭുതം. ഓ, കല്യാണം നടക്കില്ലാന്ന് അവക്കെന്തോ ഉറപ്പുള്ളതുപോലെയാ പെരുമാറ്റം രീതിയൊക്കെ. വിഷ്ണുവോ? അവനെന്ത് പറയുന്നു? ഭാമാന്റി പറയുന്നതേ അനുസരിക്കൂ വിഷ്ണുവേട്ടൻ. പിന്നെ ശാലിനി സത്യം പറയാത്തതിന്റെ ഒരു ദേഷ്യം വിഷ്ണുവേട്ടന്റെ ഉള്ളിലും ഉണ്ടെന്ന് തോന്നുന്നു. അവളെ കാണിക്കാൻ വേണ്ടിയാണോന്നറിയില്ല, ഇടയ്ക്കെന്നോട് മുമ്പില്ലാത്ത സ്നേഹത്തിൽ പെരുമാറുന്നൊക്കെ ഉണ്ട്. ആരെ കാണിക്കാനായാലും വേണ്ടില്ല, ഇന്ന് കല്യാണം നടന്നിരിക്കണം. അളവില്ലാത്ത സ്വത്താ, ഓർമ്മയുണ്ടല്ലോ. ശാലിനിയെ ഇതൊന്നും കാര്യമായി ബാധിച്ചില്ലെന്നല്ല നീ പറഞ്ഞത്? ആ അതെ. ഒരുപക്ഷെ അവൾ അങ്ങനെ നടിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ അളവിൽ കവിഞ്ഞ ആത്മവിശ്വാസം. എന്തായാലും നമ്മൾ റിസ്ക് എടുക്കണ്ട. ശത്രുവിന് ആത്മവിശ്വാസം കൂടുക എന്ന് പറഞ്ഞാൽ അതൊരു അപകട സൂചനയാ. നീ പോയി അതങ്ങ് തല്ലിക്കെടുത്തേക്ക്. ആ അത് വേണോ? അവളെ കൊണ്ട് ഇനി എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ മനസ്സുറപ്പുണ്ടാവരുത്. അതിനു വേണ്ടിയാ. പാമ്പ് ചത്തൂന്ന് ബോധ്യമുണ്ടെങ്കിലും പത്തി നോക്കി ഒരു അടികൂടി കൊടുക്കുന്നതിൽ തകരാറൊന്നുമില്ല. എന്തായിരുന്നു അമ്മയും മോളും തമ്മിലൊരു സ്വകാര്യം? ഏയ് ഒന്നുമില്ല ആന്റി. അവള് പറഞ്ഞ പോലെയല്ല. ഞങ്ങള് ശാലിനിയുടെ കാര്യം പറയായിരുന്നു. ഇനിയെന്താ അവളുടെ കാര്യം? ഒന്ന് ആലോചിച്ച പാവല്ലേ ഭാമേ, അവക്കൊരു കയ്യബദ്ധം പറ്റി. അവളുടെ സംസ്കാരം അത്രയല്ലേ ഉള്ളൂ. ചിലപ്പോഴേ അവൾക്കതിന്റെ പശ്ചാത്താപം ഉണ്ടായിരിക്കും. ഇത്രയും കാലം വിഷ്ണുവിന്റെ ഭാര്യയെന്നും പറഞ്ഞ് നടന്നതല്ലേ. സുസ്മിത വിഷ്ണുമായി പുതിയൊരു ജീവിതം ആരംഭിക്കുമ്പോ അവളുടെ അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ വേണ്ടേ? ഈ നല്ല മനസ്സാ സാറിലെ അവൾക്കില്ലാത്തത്. അതിനുള്ള തിരിച്ചടിയായിട്ടാ ദൈവം സത്യം എനിക്ക് മുമ്പിൽ തെളിയിച്ചു തന്നത്. ഒരു മിനിറ്റ്. ഹലോ. സരളയുടെ മകൾ സുസ്മിതയുടെ ഹൃദയവിശാലത എത്രയെന്ന് അറിയണമെങ്കിൽ നീ ഇപ്പോ ശാലിനിയുടെ റൂമിലേക്കൊന്ന് ചെന്ന് നോക്കു ഭാമേ. ആഹാ, നീ അതിരാവിലെ തന്നെ അണിഞ്ഞൊരുങ്ങിയോ? സാരിയൊക്കെ ഉടുത്ത് നല്ല ഭംഗിയായിട്ട്. ആരാടി കല്യാണ പെണ്ണ്? നീയോ അതോ ഞാനോ? ഓ, ഞാൻ മറന്നു. നിന്റെ ഭർത്താവിന്റെ കല്യാണാണല്ലോ ഇന്ന് അല്ലേ? അപ്പൊ നല്ല മോടിയായിട്ട് തന്നെ നിൽക്കണം. എല്ലാവരുടെയും ശ്രദ്ധ നിനക്കൂടി കിട്ടുമല്ലോ.
അച്ഛന്റെ കല്യാണത്തിന് ഉപ്പ് വിളമ്പി അമ്മയുടെ കല്യാണത്തിന് സാമ്പാർ വിളമ്പി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഭർത്താവിന്റെ കല്യാണം നേരിട്ട് കാണാനുള്ള അപൂർവ സൗഭാഗ്യം നിനക്കേ ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ. നീ വിചാരിക്കുന്നുണ്ടാവും ശവത്തി കുത്തുന്നത് പോലെ ഞാൻ നിന്റെ പിന്നാലെ തന്നെ ഇങ്ങനെ നടക്കുന്നത് എന്തിനാണെന്ന്. ഇതേപോലെ ഒരേ ദിവസം ഓരോ കല്യാണ മണ്ഡപങ്ങളിലേക്ക് ഒരുങ്ങി ഇറങ്ങിയവരാ നമ്മള്. അന്ന് നീ നിന്റെ കല്യാണ ചെറുക്കനെ ഉപേക്ഷിച്ച് എന്റെ വിഷ്ണുവേട്ടനെ തട്ടിയെടുത്തു. അപമാനത്തിലും സങ്കടത്തിലും മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഓടിയ ഞാൻ വിഷം കഴിച്ച് ജീവിതം അവസാനിപ്പിക്കാനാ തീരുമാനിച്ചത്. മരണത്തിൽ നിന്നും മടങ്ങി വന്നപ്പോ ഞാൻ ആശുപത്രി കിടക്കയിൽ കിടന്ന് ഒരു തീരുമാനമെടുത്തു. ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ വിഷ്ണുവേട്ടന്റെ ഒപ്പം മാത്രം. ആ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണടി ഇന്നത്തെ ഈ ദിവസം. ശരി, നീ ജയിച്ചു എന്ന് തന്നെ വിചാരിച്ചോ. ഇനി നിനക്കെന്താടി വേണ്ടത്? ആഹാ, നിന്റെ വായിൽ നാവുണ്ടായിരുന്നോ? അയ്യോ, ഞാൻ വിചാരിച്ചത് അതങ്ങ് പാതാള കുഴിയിലേക്ക് താണു പോയിട്ടുണ്ടാവുന്ന. എവിടെ പോയടി ഇപ്പോ നീ നേരത്തെ പറഞ്ഞ ആത്മവിശ്വാസവും ആത്മധൈര്യവും ഒക്കെ? അവസാന നിമിഷം അതെല്ലാം അങ്ങ് ചോർന്നു പോയോ? അതൊന്നും എവിടെയും പോയിട്ടില്ല. നിന്നെ പോലൊരു മരം മണ്ടിയോട് ഏത് നേരവും തർക്കിച്ചോളാന്ന് നേർച്ചയൊന്നും നേർന്നിട്ടില്ല ഞാൻ. അങ്ങനെ ഞാനും നേർച്ചയൊന്നും നേർന്നിട്ടില്ലടി. ഉള്ളത് പറഞ്ഞ UK ജോലി ചെയ്യുന്ന രാജശേഖരന്റെ മകൾ സുസ്മിതയോടെ നേരെ നിന്ന് സംസാരിക്കാനുള്ള യോഗ്യതയില്ല ചായക്കടക്കാരി ശാരദയുടെ മകൾ ശാലിനിക്ക്. എന്റെ കാലിലിടുന്ന ചെരുപ്പിന്റെ വില വരില്ല നിന്റെ മൊത്തം ഡ്രസ്സിനും കൂടി. വിഷ്ണുവേട്ടന്റെ ജീവിതത്തിലേക്ക് നീ വലിഞ്ഞു കയറിയത് കൊണ്ട് മാത്രമാ ഞാൻ നിന്നോട് സംസാരിക്കാൻ പോലും തയ്യാറാവുന്നത്. അതിനപ്പുറം നീ എനിക്ക് ആരാടി? ഞാൻ സഞ്ചരിക്കുന്ന കാറോ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റോ താമസിക്കുന്ന ഹോട്ടലോ സ്വപ്നം കാണാനെങ്കിലും കഴിയോ നിനക്ക്? ഇനി നീ നേരത്തെ ചോദിച്ചതിനുള്ള മറുപടി. ഇനി എനിക്കെന്താ വേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം IAS ആയിരുന്നു നിന്റെ സ്വപ്നം. ആ പരീക്ഷയില് ഒരു തവണ നീ തോറ്റു. രണ്ടാമത് എഴുതിയെങ്കിലും ജയിക്കുന്ന ഒരുറപ്പുമില്ല. ഇപ്പൊ ജീവിത പരീക്ഷയിലും നീ തോറ്റിരിക്കുക ശാലിനി. വിഷ്ണുവേട്ടനെ കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നീ എന്നെ ചലഞ്ച് ചെയ്തിരുന്നത് ഓർമ്മയുണ്ടോ? മോഹം അതിര് കടന്നാലേ ശ്രീരാമചന്ദ്രന് പുറകെ നടന്ന ശൂർപ്പണഖയുടെ അവസ്ഥയാവും നിനക്ക്. മൂക്കും മറ്റവയവങ്ങളും നഷ്ടപ്പെട്ട് നിന്ന് മോങ്ങും. ചലഞ്ച് 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 എന്തായിരുന്നെന്ന് അപ്പൊ ഞാൻ പറഞ്ഞിരുന്നില്ലല്ലോ. ഇപ്പോ ഈ നിമിഷം പറയാ, തോറ്റവൾക്ക് പറഞ്ഞിരിക്കുന്നത് മരണോ. അന്ന് ഞാൻ തോറ്റപ്പോ മരണത്തിന്റെ വഴിയാ തെരഞ്ഞെടുത്തത്.